അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാഹി സ്മരണയുടെ പാലാറിൽ നീന്തി തുടിക്കുന്ന സൂഫിയാക്കൾ എക്കാലത്തും സൂഫിയാക്കൾ അനുവർത്തിച്ചു വരുന്ന കാര്യമാണല്ലോ. വൈക്കേട തരത്തിലായി പോകുന്ന സമൂഹത്തെ സബ്ദുപദേശിച്ച് ചികിത്സ നടത്തുക എന്നുള്ളത്. അത്തരത്തിലുള്ള അബ്ദുൽ ഖാദർ ഇച്ചമസ്താൻ എന്നവരുടെ ആത്മീയ അനുരാഗത്തിൽ ചാലിച്ച ഒരു വിരുദ്ധ നമുക്ക് കേട്ടു നോക്കാം. വൻ പിഴை ചുമന്ന് വലിയ തിന്മകൾ പേർക്കളൊക്കെയും ഹലാക്കിലായി നീ നിന്റെ ജീവിതം നാശത്തിലാക്കിയല്ലോ. വമ്പടുക്കുവോർ ബലം നിന്റെ വമ്പത്തരവും മരണം വരെ മാത്രമായിരിക്കുമെന്ന് നീ ഓർക്കണേ. വൻപിഴை ചുമന്ന് പേർക്കളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. വൻപിഴை ചുമന്ന് പേർക്കളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. വൻപിഴை ചുമന്ന് പേർക്കളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. താഞ്ചുനൂബ് ചുറ്റിയ ഹിജാബിനാലും ഗോഫിലായി. താഞ്ചുനൂബ് ചുറ്റിയ ഹിജാബിനാലും ഗോഫിലായി. താണ് താണ് തൗബ കൊണ്ട് തമ്പുരാനെ തേടിനീ. താണ് താണ് തൗബ കൊണ്ട് തമ്പുരാനെ തേടിനി. വൻപിഴை ചുമന്ന് വൻപിഴை ചുമന്ന് പേർക്കളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. ചെയ്തു പോയ തിന്മങ്ങളുടെ കാഠിന്യത്താൽ നിന്റെ ഹൃദയം കറുത്തിരുണ്ട് നന്മയിലേക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം നീ ഓഫിലായിരിക്കുകയാണ്, നീ അശ്രദ്ധവാനായിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, നീ നിന്റെ നാഥനിലേക്ക് താണ് കേണ് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് ഇച്ചുപദേശിക്കുകയാണ്. പൊന്ന് വെള്ളി രക്തവും ഹിജാബിനാലും ഗോഫിലായി. പൊന്ന് വെള്ളി രക്തവും ഹിജാബിനാലും ഗോഫിലായി. പൊന്ന് വെള്ളി രക്തവും ഹിജാബിനാലും ഗോഫിലായി. അന്ന തന്ത പിള്ളകൾ ഉദക്കമറ്റ മൗത്ത് നാൾ. അന്ന് തന്ന പിള്ളകൾ ഉദക്കമറ്റ മൗത്ത് നാൾ. വൻപിഴை ചുമന്ന് വൻപിഴை ചുമന്ന് പേർക്കളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. അന്നേ ദിവസം എന്തു തന്നെ ദണ്ഡം ചെയ്താലും ഉപകരിക്കാത്ത ആ അന്ത്യനാളിൽ അന്നേ തந்த പിള്ളകൾ അഥവാ നിന്റെ സന്താനങ്ങൾ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ രക്ഷിതാക്കൾ ആരും ഉദക്കം ചെയ്യുകയില്ല, ഉപകാരം ചെയ്യുകയില്ല. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിനെ കുറിച്ച് നമുക്ക് ഇച്ച പറഞ്ഞു തരികയാണ്. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില സിഴിന് സിഴ് പെരുമാ. സുബ്ഹാനവന്റെ മറനീക്കി പതച്ചടടി സറിദാറിമാമേ റഹ്മാൻ. സറിദാറിമാമേ റഹ്മാൻ. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില സിറിന് സിഴ് പെരുമാ. സുബ്ഹാനവന്റെ മറനീക്കി പടച്ചതടി സറിദാറിമാമേ റഹ്മാൻ. സറിദാറിമാമേ റഹ്മാൻ. അള്ളാഹു ആകുന്ന പരമരഹസ്യത്തിൽ നിന്നുള്ള രഹസ്യമാണ് ഹബീബായ തങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാണ് ഇച്ച തുടങ്ങുന്നത്. മാത്രമല്ല സുബ്ഹാനായ അള്ളാഹുവിൻ്റെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും 70,000 നൂറാനിയത്ത് കൊണ്ടുള്ള മറകളുണ്ട്. ആ മറകളെല്ലാം കടന്ന് കാബ കൗസൈൻ അഥവാ ഒരു അമ്പും വില്ലും എത്രമേൽ അടുത്തു നിൽക്കുന്നുവോ അത്രമേൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്.
കൽബണ്ടവൻ ബലതിൽ അതിബാദിശാക്ക് ദാനം വാരിക്കൊടുക്കും ദർബാർ. കൽബാണ് ഒരു മനുഷ്യന്റെ സാമ്രാജ്യം. അത് നന്നായാൽ എല്ലാം നന്നാവും, അത് മോശമായാൽ വിപരീത ഫലവും ചെയ്യുന്നതാണ്. ആ കൽബെന്ന സാമ്രാജ്യം എത്ര വലിയ രാജാക്കന്മാർക്കും അതിബാദിശാക്കൾക്കും ധനം നൽകുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ധനം എന്ന് പറയുന്നത് അറിവും ആത്മീയതയുമാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇച്ച പറയുകയാണ്. കൽബണ്ടവൻ ബലതിൽ അതിബാദിശാക്ക് ദാനം വാരിക്കൊടുക്കും ദർബാർ. വാനം പറന്നതടി ബഹറുൽ മുഹീത്തതിലും, വാനം പറന്നതടി ബഹറുൽ മുഹീത്തതിലും ബഹദുർ രാജാ ഉലമാ, ബഹദുർ രാജാ ഉലമാ. കൽബണ്ടവൻ ബലതിൽ അതിബാദിശാക്ക് ദാനം വാരിക്കൊടുക്കും ദർബാർ. വാനം പറന്നതടി ബഹറുൽ മുഹീത്തതിലും, വാനം പറന്നതടി ബഹറുൽ മുഹീത്തതിലും വാരിക്കൊടുക്കും ദർബാർ. വാനം കൊടുക്കും ദർബാർ. ഏയോവാനവും പറന്നുറന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹ്റുൽ മുഹീത്ത്, ഈ പ്രപഞ്ചവും അർച്ചുമെല്ലാം ഉൾക്കൊള്ളുന്ന ആ ബഹ്റുൽ മുഹീത്ത് അഥവാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹ്റുദുർ രാജ ഉലമ, അറിവാളന്മാർക്കെല്ലാം രാജാവാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.